ഹലോ അസ്സലാമലൈക്കും. ആബിൻഡക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വെറൈറ്റി ആയിട്ട് ഒരു ചക്കക്കുരു മുരിങ്ങയും കൂടി വെക്കുക. കറിയൊന്നുമല്ല, നല്ലൊരു തോരനാട്ടോ. ചെമ്മീൻ പിന്നെ വറ്റൽമുളക് ചെറിയുള്ളി ഒക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതാ ചെമ്മീൻ വറുത്ത് വെച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന സമയമൊന്നും വൈകണ്ട വിചാരിച്ചിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ 2-3 വറ്റൽമുളക് ഇട്ടണ്. ഇതൊന്ന് ചതച്ചെടുക്കണം നമുക്ക്. വറ്റൽമുളക്, ചുവന്ന ഉള്ളി, ചെറിയുള്ളി എന്നൊക്കെ പറയുന്നു. 2 വെളുത്തുള്ളി ഇടണം. ഒരു തണ്ട് കറിവേപ്പ്, മുരിങ്ങയില ഒക്കെ വേണം. അപ്പോൾ ഇത് ഇത്രയും സാധനം മതി, തോന സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അതാ നമ്മളിതൊന്ന് ചതച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കേട്ടോ ചതഞ്ഞിട്ടിട്ടുള്ള പതിക്ക് ലേശം ചുവന്ന ഉള്ളി, 2 വെളുത്തുള്ളി. ചുവന്നുള്ളി എത്ര ഇട്ടാലും നല്ലതാട്ടോ. അപ്പം ഞാൻ ഇത്ര ഇട്ടിട്ടുള്ളത്, കുറച്ചേ ഉണ്ടാക്കണുള്ളൂ. അപ്പം നിങ്ങൾക്ക് തോനെ അളവിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചധികം ഇട്ടാൽ മതി. ഇങ്ങനെ കിട്ടിയ നമുക്ക് ഈ എന്താണ് ചെമ്മീൻ, ഉണക്ക ചെമ്മീനാട്ടോ. ഇതൊന്ന് വറുത്ത് വെച്ചതാണ്. ഇതൊന്നും ഇങ്ങോട്ട് ഒറ്റ കറക്കൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ, പൊടിയണ്ട. അങ്ങനെ ഇതുപോലെ കേട്ടോ. അപ്പോൾ അത് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലേശം വെളിച്ചെണ്ണ അതിൽ ഒഴിച്ചെടുക്കുക. ചട്ടി ചൂടായി വന്ന് കുറച്ച് കടുക്, അപ്പോൾ മുരിങ്ങയില ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിരുന്നു കേട്ടോ. ഇത്രയൊന്നും വേണ്ട, നമുക്ക് കുറച്ച് മതി. ഇതിൽ കുറച്ചുള്ളതാണ്ട് ഊരി വെച്ചെന്നേ ഉള്ളൂ. ഇങ്ങനത്തെ ചട്ടിയിൽ നിന്ന് കടുക് പൊട്ടി തെറിക്കും മേലോട്ട്. നല്ലപോലെ നോക്കണം, കണ്ണിലേക്കൊക്കെ തെറിക്കും. അപ്പോൾ ഒന്ന് അടച്ച് വെക്കണത് നല്ലതാണ്. ഈ ചതച്ച് വെച്ചാൽ ഉള്ളി മുളക് പൊടിയിലേക്ക് ഇട്ട് തീ കുറച്ച് കുറക്കും. ഇതൊന്നാണ് മൂത്തിട്ട് നമുക്ക് നല്ലപോലെ മൂക്കണ്ട. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ മുരിങ്ങയില ഇടാം. ഇച്ചിരി മുളക് പൊടി ഇടാം കേട്ടോ, കുറച്ചും കൂടി ഒരു എരിവിന് വേണ്ടിയിട്ട്. 1/2 സ്പൂണ് എരിവുള്ള മുളക് പൊടി. തീയൊന്ന് കുറക്കുക. അപ്പം അത് മൂത്ത് വന്നിട്ടുണ്ട്. മുരിങ്ങയിലിട്ട് ഇതൊന്ന് വാടിയൊന്ന് വേവട്ടെ കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുത്ത്
അപ്പോൾ നമ്മൾ ചക്കക്കുരു വേവിച്ച് വെച്ചാണ് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട്. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പുണ്ടാവും. അപ്പോൾ നോക്കിയിട്ടിടാം. വലിയൊരു തണ്ടൊക്കെ ഉണ്ട് ഇതിൽ. ഇളയ മുരിങ്ങ, നല്ല മുരിങ്ങ. മഴ ഇപ്പോൾ നല്ല മുരിങ്ങായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചക്കക്കുരു ഇതിലിടാം. ഇപ്പോൾ ഏകദേശം വാടിയിട്ടുണ്ട്. വേവിച്ച് വെച്ച ചക്കക്കുരു ഇതിലിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റൂട്ടെ. ഈ ചക്കക്കുരു കുറച്ചൊന്ന് തൊലിച്ചെടുക്കണമെന്നേ ഉള്ളൂ. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കണം. ആ പണി മാത്രമേ ഉള്ളൂ, വേറൊരു പണിയില്ല അധികം. നമ്മളിതൊന്ന് അടച്ചു വെക്കുക. മൂടിയൊന്നും കാണില്ല അവിടെ. അപ്പോൾ അതായി ചെമ്മീൻ പൊടി ഇതാ, ഉണക്ക ചെമ്മീൻ പൊടിച്ച് വെച്ചതിലിട്ട് നല്ല ടേസ്റ്റാട്ടോ. ചോറിനും കഞ്ഞിക്കൊക്കെ പറ്റും. വേറെ ഒരു കൂട്ടാൻ്റെ ആവശ്യമില്ല. നമുക്ക് വേറെ ഒരു കറിയൊന്നും വേണ്ട, ഇത് തന്നെ മതി. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കി. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഞാൻ അതിലിപ്പോൾ ഒരിത്തിരി ഒരു 2 സ്പൂണ് വെള്ളം പിന്നെ ഒഴിച്ചു. അപ്പോൾ അത് റെഡി ആയിട്ടോ. ഇതുണ്ടോ നമ്മളെ ചക്കക്കുരു, മുരിങ്ങയില, ചെമ്മീൻ, ഉണക്കച്ചെമ്മീൻ വറുത്ത് പൊടിച്ചത്, പിന്നെന്താ ചുവന്ന ഉള്ളി, പിന്നെ വറ്റൽമുളക് ചതച്ചത്. ഇത്രയും സാധനങ്ങൾ മതി. നല്ലൊരു കൂട്ടാൻ ഉണ്ടാക്കുക. അതായത് തോരനും അല്ല കറിയല്ലാത്ത ഒരു രീതിക്ക്. ഒരു 2 സ്പൂണ് വെള്ളം ഞാൻ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളെ കാണിച്ചിട്ടില്ല. അങ്ങനെ ഉണങ്ങി നിന്നപ്പം കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്താൽ അപ്പോൾ അത് പാകത്തിനായിന്. വേണ്ട, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഉപ്പ് കുറവായിട്ട് കുറച്ചും കൂടി ഇട്ടിരുന്നു. ചെമ്മീൻ്റെ ചൊവയും ചക്കക്കുരു, മുരിങ്ങയിലൊക്കെ കൂടെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. എരിവും പാകത്തിന് എരിവും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുക നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരോടും നന്ദി, നമസ്കാരം.